ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുനാമത്തിൽ വന്ദനം. ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരെ വീതം തനിക്ക് മുമ്പേ അയച്ചു. അവർ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ യേശുതമ്പുരാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. മടിശീലയോ ചെരുപ്പോ സഞ്ചിയോ ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിച്ചാൽ വിളമ്പി തരുന്നത് ഭക്ഷിക്കണം. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുകയും വേണം. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് അവർ 72 പേരും വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറയുന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശു പറയുന്നു, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാൻ തക്കവിധമുള്ള ഒരു പ്രവൃത്തി വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10-ന്റെ 30 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് വളരെയധികം പ്രാവശ്യം പരിചയമുള്ള ഒരു പ്രവൃത്തിയാണത്. ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെടുകയും അവർ അവന്റെ വസ്ത്രങ്ങൾ പോലും ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിക്ക് വന്നു. അദ്ദേഹം അവനെ കണ്ടിട്ട് മറുവശത്തു കൂടി കടന്നുപോയി. ഒരു ലേവായനും വന്നെങ്കിലും അവനെ കണ്ടിട്ട് കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. പ്രിയ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാൻ ഉപകരിക്കുന്നത്. വീണ്ടും വിശുദ്ധ മത്തായി സുവിശേഷം 5-ന്റെ 10 മുതലുള്ള തിരുവചനങ്ങളിൽ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാനും നല്ല പ്രതിഫലം ലഭിക്കുവാനും തക്കവിധം നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് പരിശുദ്ധമായ ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.